അസ്സലാമു അലൈക്കും. നമ്മളിന്ന് നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് നാടൻ മാങ്ങ കിട്ടിയില്ല എന്ന് കരുതിയാണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാതെ നിൽക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ മാങ്ങ വെച്ചിട്ട് നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ ഇതൊരു മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ്, 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരു 2-3 എണ്ണം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളത്തിലാട്ടോ ഈ മാങ്ങ വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് തിളക്കാൻ വെക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കിളിച്ചുണ്ട മാങ്ങ കേട്ടോ ചേർത്തത്. നാടൻ മാങ്ങ കിട്ടാത്തതുകൊണ്ട് കിളിച്ചുണ്ടനാണ് ചേർത്തത്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിൽ തേങ്ങയും നല്ല ജീരകവും 2 വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് കടുക് വറുക്കണം. നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുകും ഉലുവയും ഒക്കെ ചേർത്ത് പൊട്ടുമ്പോൾ വറ്റൽമുളകും കുറച്ച് കരിവേപ്പില വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. നല്ല അടിപൊളി പുളിശ്ശേരിയായിരുന്നു. എല്ലാവരും വീട്ടിലുള്ള മാങ്ങ വെച്ചിട്ട് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.